നമസ്കാരം. ഗാസയ്ക്ക് മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തുടരുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചതാണ് ഇതിലെ ഏറ്റവും ഒടുവിലെ സംഭവം. ഒന്നാം ഘട്ട വെടിനിർത്തൽ പൂർത്തിയാവുകയും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. ഗാസയിലേക്കുള്ള എല്ലാ ദുരിതാശ്വാസ സഹായങ്ങളും തടഞ്ഞതായിരുന്നു ഇതിലെ ആദ്യ നടപടി. ഒരാഴ്ച പിന്നിടും മുമ്പ് ഇപ്പോൾ വൈദ്യുതിയും പൂർണ്ണമായി തടയുകയും ചെയ്തു. വൈദ്യുതി തടഞ്ഞതിന്റെ പരിണിത ഫലം ഉടൻ തിരിച്ചറിയില്ലെങ്കിലും കുടിവെള്ള ശുദ്ധീകരണം ഉൾപ്പെടെ സുപ്രധാന മേഖലകളെ നിയന്ത്രണം സാരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നടപടികൾ കടുപ്പിക്കുന്ന ഇസ്രയേൽ തീരുമാനം ഗാസയിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിൽ ആഴ്ത്തുന്നതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ഉപരോധം ഗാസയിൽ അടിസ്ഥാന ഭക്ഷണം പോലും പാകം ചെയ്യുന്നത് അസാധ്യമാക്കിയിരിക്കുന്നു എന്നാണ് ഖാൻ യൂനിസ് നിവാസി സമർ സഹ്ലൗർ പറയുന്നത്. വൈദ്യുതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ ഇപ്പോൾ വൈദ്യുതിയില്ല, വിറക് ലഭിക്കാനില്ല. കുട്ടികളുടെ ഭക്ഷണമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവർക്ക് വേണ്ടി പോലും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേൽ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ തന്നെ ഗാസയിൽ ജലദൗർലഭ്യവും രൂക്ഷമായിരുന്നു. ഇന്ധനക്ഷാമം രൂക്ഷമായത് ജനറേറ്ററുകളുടെ പ്രവർത്തനത്തെയും പമ്പിങ്ങിനെയും ബാധിച്ചിരുന്നു. പാചകവാതക സിലിണ്ടറുകളും ലഭ്യമല്ല. ഗാസയിലേക്കുള്ള വൈദ്യുതി തടഞ്ഞ ഇസ്രയേൽ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുകയും അവർക്കെതിരെ ശബ്ദമുയർത്താതിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ വംശീയ ഉന്മൂലനത്തിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് പലസ്തീൻ പ്രദേശത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ട് ഫ്രാൻസിസ് ആൽബനീസ് കുറ്റപ്പെടുത്തുന്നത്. ഗാസയിലെ ജലലഭ്യത ഉറപ്പാക്കുന്ന വഴികളും ഇസ്രയേൽ വിച്ഛേദിച്ചതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലേക്കുള്ള പൈപ്പ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യുക, ജലശുദ്ധീകരണത്തിനും മാലിന്യ സംസ്കരണ പ്ലാന്റുകളും പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോളാർ പാനലുകൾ നശിപ്പിക്കപ്പെട്ടതായും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലെ വൈദ്യുതി വിതരണം വിച്ഛേദിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തെ അപലപിച്ച ഹമാസ് ബ്ലാക്ക്മെയിൽ എന്നാണ് നടപടിയെ വിശേഷിപ്പിച്ചത്. അതിനിടെ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറ് പുനരുജ്ജീവിപ്പിക്കാൻ ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായ ചർച്ചകൾ ഇന്ന് ദോഹയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ നടപടികൾ കടുപ്പിച്ചത്. എല്ലാ ബന്ദികളും മടങ്ങി വരുന്നതിനായി ഞങ്ങൾക്ക് ലഭ്യമായ എല്ലാ വഴികളും ഞങ്ങൾ ഉപയോഗിക്കും. കൂടാതെ അടുത്ത ദിവസം ഹമാസ് ഗാസയിൽ ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കുമെന്നാണ് എലി കോഹനും പറയുന്നത്. ഗാസയിലെ പവർ സ്റ്റേഷനുകൾക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത് നിർത്താൻ നിർദ്ദേശിച്ച് IECക്ക് അയച്ച കത്തും കോഹന്റെ ഓഫീസ് പുറത്തുവിട്ടിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്കുണ്ടായിരുന്ന വൈദ്യുതി വിതരണവും വിച്ഛേദിച്ചിരുന്നു. പിന്നീട് നവംബറിൽ മധ്യ ഗാസയിലെ ദേർ ഉൽ ബലാഹിന് സമീപമുള്ള ഡീസലൈനേഷൻ പ്ലാന്റിലേക്കുള്ള വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയാണെന്ന് ഇസ്രയേൽ അറിയിക്കുകയുണ്ടായി. നിലവിൽ പ്രസ്തുത പ്ലാന്റിലേക്കുള്ള വൈദ്യുതി വിതരണവും ഇസ്രയേൽ റദ്ദാക്കിയെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.